എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരു മോർട്ടീഷ്യൻ, അതായത് ഈ ഡെഡ് ബോഡീസിനെ എല്ലാം ടേക്ക് കെയർ ചെയ്യുന്ന ആള്, ഈ ഡോക്ടറിന്റെ കൂടെ തന്നെ ഹെൽപ്പിന് ഒരു നേഴ്സും ഉണ്ട്. അങ്ങനെ ഒരു ഡെഡ് ബോഡിയെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു ശബ്ദം കേട്ട് നേഴ്സ് ആകെ പേടിച്ചു പോവാണ്. സാധേ ബോഡിക്ക് ജീവനുണ്ട്, ഞാൻ ഇതിൽ നിന്നൊരു ശബ്ദം കേട്ടു എന്നിവള് ഡോക്ടറോട് പറയുമ്പോൾ പതുക്കെ അവർക്ക് കേൾക്കാൻ കഴിയും. ഇതൊരു ശവമല്ല, മരിച്ചുപോയെങ്കിലും ഇവര് മനുഷ്യരാണ്. പിന്നെ ആ ശബ്ദം ബോഡിക്കുള്ളിൽ എയർ പുറത്തേക്ക് പോകുമ്പോഴുള്ളതാണ്. പേടിച്ചു പോയല്ലേ, നീ പോയി റെസ്റ്റ് എടുത്തോ, ഞാൻ ചെയ്തോളാന്ന് പറയും. അങ്ങനെ ഇപ്പൊ ആ ബോഡിയെ ക്ലീൻ ചെയ്ത് വായിൽ പഞ്ഞി വെച്ച് അതിനെ മൊത്തത്തിൽ കെട്ടിവെക്കുന്നുണ്ട്. ഈ ബോഡി പറയുന്നത് ഈ ഡോക്ടർക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ മരിച്ചുപോയോ എന്ന് ഈ ഡെഡ് ബോഡി ചോദിക്കുമ്പോൾ ഡോക്ടർ അതേന്ന് പറയും. എനിക്കിപ്പോൾ മരിക്കാൻ പറ്റില്ല, പ്ലീസ്, ഞാൻ മരിച്ചിട്ടില്ലെന്ന് പറ, എനിക്കിപ്പോൾ മരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിങ്ങനെ വല്ലാണ്ട് വേവലാതിപ്പെടുന്ന ബോഡിയോട് നിന്നെ പോലെ തന്നെയാണ് എല്ലാവരും റിയാക്ട് ചെയ്യുക. പേടിക്കണ, നീ വളരെ സമാധാനപരമായ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ആ വേൾഡിലെത്തിയ എല്ലാവരും എല്ലാം മറക്കും എന്ന് പറഞ്ഞ മോർച്ചറിയിലോട്ട് അടച്ചു വെക്കാനായിട്ട് കയറ്റുമ്പോൾ ഇവിടെ ഭയങ്കര ഇരുട്ടാണ് സാർ എന്ന് പറയുകയാണ് ബോഡി. പേടിക്കണ്ട, വൈകാതെ നീ വളരെ പ്രകാശമുള്ള ഒരു സ്ഥലത്തേക്ക് പോകും. ഞാൻ ഒറ്റയ്ക്കാണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് ഡോക്ടർ പറയുന്നത് കേട്ട് ആ ബോഡി സ്വയം നന്ദി പറയുന്നതായിട്ട് കേൾക്കാം. ആ ബോഡിയുടെ പേര് ജങ് ഹോയി, 52 വയസ്സ്. ഫ്യൂണറൽ നടക്കുന്നത് വരെ ഇവിടെയാണ് കീപ്പ് ചെയ്യുക. കെട്ടാകുമ്പോൾ പതിവ് പോലെ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുവാണ് യോങ്ജി. ലിഫ്റ്റിൽ കയറുന്ന സമയത്ത് കൂടെ മറ്റൊരാളും കൂടെ വന്ന് കയറുന്നുണ്ട്. യൂണിഫോം കണ്ടിട്ട് ഡ്രൈവർ ആണെന്ന് തോന്നുന്നു. പുള്ളി ആകെ മൊത്തം നനഞ്ഞാണ് ഇരിക്കുന്നത്. സർ, നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് ഇവൾ ചോദിക്കുമ്പോൾ 8ാമത്തെ ഫ്ലോറിലേക്കാണെന്ന് പറയും. സർ, ഈ 8th ഫ്ലോറിൽ വിസിറ്റേഴ്സ് രാത്രി അലൗഡ് അല്ല, ഞാൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ ഇവളോട് അവിടെ ഒരുപാട് പേഷ്യൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. ഞാൻ ആ ആക്സിഡന്റ് സംഭവിച്ച് ക്രിട്ടിക്കലായി കിടക്കുന്ന ആളുകളെ ഉദ്ദേശിച്ച് അവർ എഴുന്നേൽക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നിവളോട് ചോദിക്കുമ്പോൾ എനിക്ക് ഉറപ്പില്ല, അവരുടെ കാര്യം കുറച്ച് ക്രിട്ടിക്കലാണ്, ഇനി അവരുടെ ജീവിക്കാനുള്ള ആഗ്രഹം പോലെ ഇരിക്കും. ഇത് കേൾക്കുന്നതും ആ ഡ്രൈവർ വല്ലാണ്ട് കരയുന്നുണ്ട്. അതും നോർമൽ കരച്ചിലൊന്നുമല്ല, പുഴവെള്ളം പോലെയാണ് കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളം ഇങ്ങനെ ആ ലിഫ്റ്റിൽ നിറയാൻ തുടങ്ങും. യോങ്ജി ആകെ പേടിച്ചു. വെള്ളം നിറഞ്ഞ് അവളാണെങ്കിൽ ആ ലിഫ്റ്റിൽ മുങ്ങി താന്നുകൊണ്ടിരിക്കുവാണ്. അയാളാണെങ്കിൽ കരച്ചില്ല ഇതുവരെ നിർത്തിയിട്ടില്ല. സർ, നിങ്ങളൊന്ന് നിർത്തുന്നും പറഞ്ഞ് യോങ്ജി കരയുന്നുണ്ട്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശാന്തമാകും. അവിടെ വെള്ളവും ഇല്ല, അങ്ങനെ ഒരാളും ഇല്ല. കെട്ടാകുമ്പോൾ ലൈറ്റ് ഷോപ്പിൽ വന്ന സങ്സിക്ക് ജങ്വോനോട് സംഹോണിനെ കുറിച്ച് അന്വേഷിക്കുവാണ്. ഒരു 30 വയസ്സ് കാണും, ഷോർട്ട് ആൻഡ് ഡാർക്ക് ഹെയർ. പറഞ്ഞാൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അവന്റെ കണ്ണുകള് പൂച്ചയെ പോലെ തിളങ്ങുന്നത് കാണാം. എന്ന് പറയുന്ന സമയം തന്നെ സങ്സിക്കിന്റെ കണ്ണുകള് വല്ലാത്ത രീതിയിൽ കറങ്ങുന്നതായിട്ടൊക്കെ കാണാം. ഇല്ല, ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. അല്ല, എന്താ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരാൻ കാരണം? ഒരുപാട് ലൈറ്റ്സ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് എല്ലാവർക്കും ഈ ഷോപ്പ് നോട്ടീസ് ചെയ്യാലോ. ഒരു ലൈറ്റ് ഇങ്ങനെ ഇപ്പൊ വല്ലാണ്ട് കിടന്ന് മിന്നിക്കത്തുന്നുണ്ട്. അല്ല, ഞാൻ ഈ ഷോപ്പിനെ കുറിച്ചല്ല ചോദിച്ചത്. അവനൊരു സ്കൂട്ടർ ഉണ്ട്, അതിന്റെ ശബ്ദം ഫോളോ ചെയ്താ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. കെട്ടാകുമ്പോൾ സ്കൂള് വിട്ടു പോകുന്ന ഹെൻജു വഴിയിൽ വെച്ച് ഗേൾ ഇൻ വൈറ്റിനെ കാണുന്നുണ്ട്. നിനക്കെന്നെ കാണാൻ കഴിയുമല്ലേ എന്ന് ഗേൾ ഇൻ വൈറ്റ് ചോദിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഫ്ലാറ്റിൽ വെച്ച് കണ്ട ആ ഒരു ഓർമ്മയിൽ നീ എന്റെ നൈബർ അല്ലേ എന്ന് ചോദിക്കുവാണ് ഹെൻജു. നീ ലൈറ്റ്സ് വാങ്ങാൻ പോവാണോ? ഇന്നലെയും പോരുന്നല്ലോ, എന്തിന് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുന്നേ? ഞാൻ അമ്മയെ ഹെൽപ്പ് ചെയ്യുന്നതേ ഉള്ളൂ എന്ന് ഹെൻജു പറയുമ്പോൾ ശരി, സൂക്ഷിച്ച് പൊക്കോളാനായിട്ട് പറയുവാണ് ഗേൾ ഇൻ വൈറ്റ്. കെട്ടാകുമ്പോൾ യോങ്ജിയുടെ ഹോസ്പിറ്റലിൽ ഒരു ആൽക്കഹോളിക് പേഴ്സണെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അയാളെ വാർഡിലോട്ട് മാറ്റുവാണ് യോങ്ജി. പോകുന്ന വഴി ഇവനോട് ആൽക്കഹോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് ശരീരത്തിന് നല്ലതല്ല, മരണത്തിന് വരെ കാരണമാകും, ഓർമ്മയില്ലാതെ താങ്കൾ ഉറക്കത്തിൽ കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, ഹാലസിനേഷൻ ആണെന്ന് തോന്നുന്നു. അടുത്ത് നിൽക്കുന്ന ആരോട് സംസാരിക്കുന്നത് പോലെയാണത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. നിങ്ങൾ എന്താണ് കണ്ടത് എന്ന് ചോദിക്കും. അതായത് മറ്റുള്ളവർക്കത് ഹാലുസിനേഷൻ ആയിരുന്നെങ്കിലും യോങ്ജി കണ്ടിട്ടുണ്ടായിരുന്നു എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന്. ഇയാൾ ആ സ്ട്രേഞ്ച് ആയ ആളോടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. സീരിയസ് ആക്സിഡന്റ് സംഭവിച്ചവർക്കും ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകൾക്കും ഡെലീറിയം എന്ന സ്റ്റേറ്റ് സംഭവിക്കാറുണ്ട്. അതായത് പലതരത്തിലുള്ള ഹാലുസിനേഷൻ. നീ കണ്ട ആളെ ഞാൻ മുമ്പും കണ്ടിട്ടുണ്ട്. ഒരിക്കൽ എനിക്കൊരു കാർ ആക്സിഡന്റ് സംഭവിച്ചതാണ്. ഒരുപാട് നാള് ബ്രെയിൻ ഇഞ്ചുറി സംഭവിച്ച് ഞാൻ കോമയിലായിരുന്നു. മരിച്ചിട്ടുമില്ല, എന്ന ജീവനുമില്ല എന്നൊരവസ്ഥ. ഈ ഡെലീറിയം എനിക്കും ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് സർവൈവ് ചെയ്തത്. കോമയിൽ നിന്ന് എഴുന്നേറ്റ് എനിക്ക് പല കാര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് ഞാൻ പല സ്ട്രേഞ്ചായ കാര്യങ്ങൾ കാണാൻ തുടങ്ങി. മനുഷ്യനാണോ എന്ന് പോലും ഉറപ്പില്ലാത്ത പലരെയും. സൂക്ഷിച്ചു നോക്കിയാൽ പോലും നമുക്ക് അവരെ മനസ്സിലാവില്ല. പക്ഷേ അവര് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. നീ കണ്ട ആള് ശരിക്കും ആരാണെന്ന് എനിക്കറിയില്ല. എന്നാൽ അയാള് ഈ ഹോസ്പിറ്റലിലെ ഒരു പേഷ്യന്റ് ആണ്. അതായത് ഈ സ്ട്രേഞ്ച് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിൽ കോമ സ്റ്റേജിൽ കഴിയുന്ന ഒരു പേഷ്യന്റ് ആണ്. ഇതുവരെ മരിച്ചിട്ടില്ല, എന്നാൽ ജീവനുണ്ടെന്ന് പറയാനും പറ്റില്ല. ഇയാള് കുറച്ച് പേർക്ക് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. പൈസ കൊടുക്കാത്തത് കൊണ്ട് തന്നെ അവര് ഇയാളെ ജീവനോടെ കുഴിച്ചു മൂടിയതാണ്. ആദ്യമായിട്ട് ഇയാൾ യോങ്ജിയെ കാണുന്ന ദിവസം ഇവളോട് മോർച്ചറി അന്വേഷിച്ചത് ഓർമ്മയുണ്ടോ? കാരണം അയാൾക്ക് ഇപ്പോഴും അറിയില്ല അയാൾ മരിച്ചു അതോ ജീവനോടെ ഉണ്ടോ എന്ന്. യോങ്ജി കണ്ടത് അയാളുടെ ആത്മാവിനെയാണ് എന്ന് കരുതി അയാൾ മരിച്ചിട്ടുമില്ല. കൺഫ്യൂഷൻ ആയല്ലേ? പണ്ട് യോങ്ജി ഇങ്ങനെ ആക്സിഡന്റ് പറ്റി കോമയിൽ കിടന്ന സമയം ഇവിടുത്തെ ഹെഡ് നേഴ്സ് ആയിരുന്നു അവളെ ശുശ്രൂഷിച്ചിട്ടുണ്ടായിരുന്നത്. ബോധമില്ലെങ്കിലും അവൾക്കെന്നും പാട്ട് വെച്ചു കൊടുക്കുമായിരുന്നു. അതൊക്കെയാണ് ഒരു കണക്കിന് അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് അവൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒട്ടുമിക്ക ആളുകൾക്കും ഇവൾ ഇങ്ങനെ പാട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ആരെയെങ്കിലും നമ്മൾ കണ്ട അതിനർത്ഥം നമ്മളും ആ ഒരു സ്റ്റേറ്റിലാണെന്നാണ്. അതുകൊണ്ട് സ്വയം ശ്രദ്ധിക്കണമെന്ന് യോങ്ജി ഇപ്പോൾ ഈ ആൽക്കഹോളിക് ആയിട്ടുള്ള പേഴ്സണോട് പറയും. കെട്ടാകുമ്പോൾ സ്കൂൾ വിട്ടു പോകുന്ന ഹെംജുവിനെ കാണുമ്പോൾ നീ ഇവിടെ എവിടെയെങ്കിലും ഒരു പട്ടിയെ കണ്ടോ? ആ നാശത്തിനെ കൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് ഇവളോട് കംപ്ലൈന്റ് പറയുവാണ് ആ പട്ടിയെ പേടിയുള്ള ആൾ. ഇയാളെ കാണുമ്പോഴേ ഹെംജുവിന് മനസ്സിലാകും പുള്ളി ഒരു
ഒരു മനുഷ്യനല്ല. പേടിച്ച പോലെ അഭിനയിച്ച പണി കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇല്ല ഞാൻ കണ്ടില്ല എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവും. ഇപ്പൊ കട്ടാകുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് കിടക്കുന്നത് കാണാം. അത് നമ്മൾ ആദ്യത്തെ എപ്പിസോഡുകളിൽ കണ്ട് പിന്നീട് ദ ഗേൾ ഇൻ വൈറ്റിന്റെ പെട്ടിയിലായ ഹ്യുൺമിൻ ആയിരുന്നു. പുള്ളി യോങ്ജിയുടെ ഹോസ്പിറ്റലിൽ കോമ സ്റ്റേജിൽ കിടക്കുന്ന ഒരു പേഷ്യന്റ് ആണ്. ഹ്യുൺമിന്റെ കേസിൽ ഇത്രയും നാളും ജീവനോടെ പിടിച്ചു നിന്നു എന്ന് പറയുന്നത് തന്നെ മിറാക്കിളാണ്. ഇയാൾക്ക് ജീവിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടാവണം. എന്ന് അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന ഇയാൾക്ക് എങ്ങനെയാണ് ആഗ്രഹം ഉണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ ഡോക്ടേഴ്സ് തമ്മിൽ പറയുമ്പോൾ ചിലപ്പോൾ ആഗ്രഹം ഇയാളുടെ മാത്രം ആയിരിക്കില്ല എന്ന് പറയുകയാണ് യോങ്ജി. ഇപ്പൊ വേറൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ആ തെരുവ് വീഥികളിൽ കണ്ട പലരും ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പേഷ്യൻസ് ആണ്. ജിയങ്, സ്യോൻഹി, ആ പട്ടിയെ പേടിയുള്ള ആൾ ഹ്യുൺമിൻ, അതുപോലെ പോലീസ് ഓഫീസർ സങ്സിക്, ഇവരെല്ലാവരും തന്നെ കോമ സ്റ്റേജിൽ കഴിയുന്ന പേഷ്യൻസ് ആണ്. മരിച്ചിട്ടുമില്ല എന്ന ജീവനുമില്ല എന്നൊരു സ്റ്റേറ്റിലായതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ മറ്റൊരു വേൾഡിലാണ്. കട്ടാകുമ്പോൾ വീട്ടിലോട്ട് വരുന്ന ഹ്യുൻജു അമ്മേനോട് ഇന്ന് ബൾബ് വാങ്ങാൻ പറ്റിയില്ല അമ്മേ, വഴിയിൽ വെച്ച് ഞാനൊരു സ്ട്രേഞ്ച് ആയ ആളെ കണ്ടു. ഞാൻ മനഃപൂർവ്വം വാങ്ങാഞ്ഞതല്ല, ഈ സ്ട്രീറ്റ് മൊത്തം ഒരുപാട് വിയേർഡായിട്ടുള്ള ആളുകളാ, എനിക്ക് പേടിയാ. അമ്മ എന്തോന്നും മിണ്ടാത്തെ, എന്നോട് ദേഷ്യമാണെന്നും ചോദിച്ച് ഇവൾ അമ്മയെ ഹഗ് ചെയ്യുന്നുണ്ട്. അമ്മയ്ക്ക് എന്ത് നല്ല മണവാ, പൂക്കളുടെ മണം എന്ന് ഹ്യുൻജു പറയുമ്പോൾ നമുക്ക് കാണാം ഇവളുടെ അമ്മയെ ഫ്യൂണറലിന് വേണ്ടി പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ കണ്ട ഡോക്ടറിനോട് സംസാരിച്ച ഡെഡ് ബോഡി ഹ്യുൻജുവിന്റെ അമ്മയുടേതായിരുന്നു. വായിൽ പഞ്ഞി വെച്ച് കെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല. ഇവരെ രണ്ടുപേരെയും ഡോറിന്റെ വിടവിലൂടെ നോക്കുന്ന ഗേൾ ഇൻ വൈറ്റ് ഇവര് പരസ്പരം അറിയാവുന്ന ആളുകളായിരിക്കുമോ എന്ന് സ്വയം ചോദിക്കുന്നതായിട്ട് കേൾക്കാം. ഇപ്പൊ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണാം. ഇതുവരെ ഉണ്ടായിരുന്ന സംശയങ്ങളിൽ കുറെയെല്ലാം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മാറുന്നതായിരിക്കും. ഒരു മെട്രോ, അതിലിരിക്കുവാണ് ഹ്യുൺമിൻ. അവന്റെ ലവറിനോട് ചാറ്റ് ചെയ്യുന്നുണ്ട്. നീ ഭക്ഷണം കഴിച്ചോ, ഞാൻ കൊളീഗ്സിന്റെ കൂടെ കഴിച്ചു, നിന്നെ കാണാനാണ് വരുന്നത് എന്നൊക്കെ അയക്കുമ്പോൾ ഇതിപ്പോ ഒരുപാട് ലേറ്റ് ആയില്ലെന്ന് അവന്റെ ലവർ ഇവന് റിപ്ലൈ അയക്കും. എന്നാലും കാണാൻ ഉറപ്പിച്ച് തന്നെയാണ് ഹ്യുൺമിൻ നിൽക്കുന്നത്. ശരി, എന്നാൽ സേഫ് ആയിട്ട് എത്താൻ പറഞ്ഞ് റിപ്ലൈ വരും. ഇപ്പൊ ഹ്യുൺമിന്റെ ആ ലവർ ആരാണെന്ന് നോക്കിയാൽ അത് ദ ഗേൾ ഇൻ വൈറ്റ് ആണ്. ജിയോങ് എന്നാണ് അവളുടെ പേര്. ഇവര് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലും ഇവള് വല്ലാത്ത വിഷമത്തിലാണ്. അതിന് കാരണം ഹ്യുൺമിന്റെ ഇവളുടെ റിലേഷൻഷിപ്പ് പറയുന്ന ഇവന്റെ അമ്മ ഒരു ദിവസം ഇവളുടെ വീട്ടിൽ വന്ന് തന്റെ മകനെ വെറുതെ വിടണം, ഇനി അവനെ കാണരുത്, അവന് നിന്നെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അവന്റെ ജീവിതത്തിൽ നിന്ന് പോയിത്താ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിയോങ്ങിന് സംസാരിക്കാനോ കേൾക്കാനോ സാധിക്കില്ല. താനിനി ഹ്യുൺമിനൊരു ഭാരമായി നിൽക്കുന്നില്ലെന്ന് മനസ്സിൽ വിചാരിച്ച് വീട് വിട്ട് പോവാനായിട്ട് നിൽക്കുവാണ് അവള്. ഇന്ന് ജിയോങ്ങിന്റെ ബർത്ത്ഡേ ആണ്. അവൾക്ക് ഗിഫ്റ്റുമായിട്ടാണ് ഹ്യുൺമിൻ വരുന്നത്. ഇതേസമയം ഒരു പുതിയ വാടക വീട് കാണാൻ വേണ്ടി വന്നിരിക്കുവാണ് സെൻഹി. അവൾ അവിടെയെല്ലാം നടന്നു കാണും. നല്ല വീടാണ്. ഇവളുടെ കൂടെ മറ്റൊരാളും കൂടെ ഉണ്ട്, റെഡ് ഷൂസ് ലേഡി. റെഡ് ഷൂസ് ലേഡിയുടെ അടുത്ത് വന്ന് നിനക്കെങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ മറുപടി ഒന്നും പറയുന്നില്ല, വേറെ ഒരു ചിരി മാത്രം. വീട് കാണിക്കാൻ വന്ന ലേഡി ആണെങ്കിൽ സെൻഹിയോട് ചോദിക്കും ഇതാരാ, മോളുടെ അമ്മയാണോന്ന്. അത് കേൾക്കുന്നതും സെൻഹി ഭയങ്കര അപ്സെറ്റ് ആവുന്നുണ്ട്. അവിടെ കട്ടാകുമ്പോൾ ഹ്യുൻജുവിനെ സ്കൂളിൽ നിന്ന് കൂട്ടാൻ വേണ്ടി വന്നിരിക്കുവാണ് അവളുടെ അമ്മ. അച്ഛനൊരു ബിസിനസ് ട്രിപ്പിന് പോയേക്കുവാണ്, അതുകൊണ്ടാണ് അമ്മ കൂട്ടാനായിട്ട് വന്നത്. മറ്റൊരു ഭാഗത്ത് സ്കൂള് വിട്ട് കുറെ ചെറുക്കന്മാരിങ്ങനെ സംസാരിച്ച് നടന്നു വരുവാണ്. അതിലൊരാള് ജിയങ് ആണ്. അവന്റെ പുതിയ ഷൂസാണ്, അതിലെ ചെളിയൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി സൂക്ഷിച്ചാണ് നടന്നു വരുന്നത്. അതുപോലെ യോങ്ജി ലിഫ്റ്റിൽ വെച്ച് കണ്ട ആ ഡ്രൈവർ, പുള്ളിക്ക് ബസ് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ബസ്സിന്റെ വീലിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു. അതുപോലെ ബ്രേക്കിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ആളുകൾ ബസ്സിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ മറ്റൊരു ബസ് എടുത്തോട്ടെ എന്ന് ഇയാൾ ഏജൻസിയെ വിളിച്ച് ചോദിക്കുമ്പോൾ അതിനാണെങ്കിൽ ആ ഏജൻസി സമ്മതിക്കുന്നില്ല, കയ്യിൽ നിന്ന് ക്യാഷ് എടുക്കണമെന്നൊക്കെയാണ് പറയുന്നത്. ശരി, ഇപ്പൊ അധികം ദൂരം ഒന്നും പോകാനില്ല, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാന്ന് ഓർത്ത് ഇയാൾ പാസഞ്ചേഴ്സിനെ എല്ലാം ബസ്സിൽ കയറ്റും. ഒരു അമ്മൂമ്മ കൊച്ചുമകനെയും കൊണ്ട് കയറുന്നുണ്ട്. വീട്ടിലെത്തിയിട്ട് അമ്മൂമ്മനെ വിളിക്കണമെന്നും പറഞ്ഞ് അവനെ ഒന്ന് നോക്കാനായിട്ട് ഡ്രൈവറെ ഏൽപ്പിച്ച് ഇവരിറങ്ങി പോകും. ഇപ്പൊ മെട്രോ ഇറങ്ങി വരുന്ന സമയമാണ് ഹ്യുൺമിൻ തന്റെ ഗിഫ്റ്റ് മെട്രോയിൽ വെച്ച് മറന്ന കാര്യം ഓർക്കുന്നത്. ഇനിയിപ്പോ പോയത് പോട്ടെ എന്ന് ഓർത്ത് അവൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ജിയോങ്, നല്ല മഴയുണ്ട്, നീ സ്റ്റോപ്പിൽ വന്ന് വെയിറ്റ് ചെയ്യണ്ട, വീട്ടിലിരുന്നാൽ മതി, ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് ഹ്യുൺമിൻ അവളോട് മെസ്സേജ് അയച്ചു പറയും. എന്ന് ഇതേ സമയം എല്ലാം ഉപേക്ഷിച്ച് വീട്ടിൽ നിന്ന് പോകാനായിട്ട് നിൽക്കുമായിരുന്നു ജിയോങ്. അവൾ വീട്ടിലായിട്ട് എന്തോ ഒരു ഷോപ്പ് നടത്തി വരുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം അവിടെ എല്ലാം ചെറിയ ചെറിയ ആയുധങ്ങൾ ഇരിക്കുന്നത് കാണാം. അങ്ങനെ ഇപ്പോൾ ബസ് വരുമ്പോൾ ഹ്യുൺമിനും നെക്സ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് ജിയങ്ങും അതിൽ കയറും. വണ്ടിക്ക് എന്തോ പന്തികേടുള്ളത് പോലെ ഡ്രൈവറിന് തോന്നുന്നുണ്ട്. ഇപ്പൊ സ്യോൻഹയെയും റെഡ് ഷൂസ് ഗേളിനെയും കാണിക്കുന്നുണ്ട്. ഈ റെഡ് ഷൂസ് ഗേളിന്റെ പേര് ഹേവോൺ എന്നാണ്. ഹേവോണിനോട് പിണങ്ങി അവളെ അവോയ്ഡ് ചെയ്ത് നടക്കുവാണ് സ്യോൻഹി. ഇവരെ കുറിച്ച് പറയുവാണെങ്കിൽ ഇവർ രണ്ടുപേരും ഒരു കപ്പിളാണ്. എന്നാൽ ഹേവോൺ അത് സീക്രട്ട് ആയിട്ട് കൊണ്ടു നടക്കും, മറ്റുള്ളവരെ ഒന്നും അറിയിക്കാതെ. കാരണം രണ്ട് ഗേൾസ് തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ അത് സമൂഹം വല്ലാത്ത രീതിയിൽ കാണും, അത് സ്യോൻഹിയെ ബാധിക്കും എന്നൊക്കെയുള്ളൊരു പേടിയാണ് ഹേവോണിന്. തന്നോട് പിണങ്ങി നടക്കുന്ന സ്യോൻഹിയുടെ പിറകെ ഇവള് പോകുമ്പോൾ എന്താ ഇപ്പൊ ആരും അടുത്തില്ലാത്തത് കൊണ്ടാണ് എന്നോട് സ്നേഹം കാണിക്കുന്നത്? ഒരുപാട് പേരുള്ള സ്ഥലത്ത് പോയിട്ട് താമസിക്കാത്തതും അതുകൊണ്ട് തന്നെയല്ലേ? എന്താ നമ്മൾ വല്ല ക്രിമിനൽസും ആണോ? എത്ര കാലം ഇങ്ങനെ ജീവിക്കുമെന്നാ വിചാരിക്കുന്നേ? സ്യോൻഹി, നമ്മളെ കണ്ടാലും നമ്മൾ ഒരുമിച്ചാണെന്ന് പറയില്ല. മാത്രമല്ല നമ്മൾ രണ്ട് പെണ്ണുങ്ങൾ ഒരുമിച്ചാണെന്ന് അറിഞ്ഞാൽ സമൂഹം അതിനെ വളരെ മോശമായിട്ട് എടുക്കും. നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എല്ലാവരോടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. പക്ഷെ എനിക്കതൊന്നും ഒരു പ്രശ്നം അല്ലെങ്കിലോ എന്ന് പറയുന്ന സ്യോൻഹിയോട് നിനക്കത് ഭാവിയിൽ ഒരുപാട് പ്രശ്നം ചെയ്യും സ്യോൻഹി. നമ്മുടെ വയസ്സിൽ തന്നെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. എന്നെ കണ്ട ആളുകൾ നിന്റെ അമ്മയാണെന്നാണ് വിചാരിക്കുന്നത്. മതി, ഇനി ഒന്നും സംസാരിക്കണ്ട.
ഇനി മേലാൽ എനിക്ക് നിന്നെ കാണണ്ട, മതി എന്റെ കൺമുന്നിൽ നിന്ന് പൊക്കോളാൻ പറഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്ന നമ്മുടെ ഡ്രൈവർ ചേട്ടന്റെ ബസ്സിൽ കയറുവാണ് സുൻഹി. പിറകെ ഹെവോണും ചെന്ന് കയറും. നെക്സ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് ഹ്യുൻജു അമ്മയും കൂടെ കൈ കാണിക്കുന്നുണ്ട്. വണ്ടി എത്രയും പെട്ടെന്ന് സ്റ്റോപ്പിൽ എത്തിച്ച് റിപ്പയർ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഇയാൾ നിർത്താതെ പോവാണ് എന്ന് ഇവർ പിറകെ ഓടി വരുന്നത് കണ്ട് ഇവർക്ക് കൂടെ കയറാനായിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യും. പോകുന്ന വഴി സുൻഹിയെ സമാധാനപ്പെടുത്താൻ നോക്കുവാണ് ഹെവോൺ. അത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഹ്യുൻജുവിന് അവളുടെ അമ്മ വഴക്കു പറയും. അങ്ങനെ വളരെ പീസ്ഫുൾ ആയിട്ട് ബസ് പോകുന്ന സമയം ഒരു ബ്രിഡ്ജിന്റെ അടുത്ത് വെച്ച് ബസ്സിന്റെ ഒരു ടയർ പോവുകയും വണ്ടി മറിഞ്ഞ് ബ്രിഡ്ജിൽ നിന്ന് ഇപ്പൊ താഴേക്ക് വീഴുകയും ചെയ്യും. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു സംഭവിച്ചത്. ഹ്യുൻമിന്റെ മെസ്സേജ് നോക്കി വരുന്ന ജിയോ ഈ ഒരു ദൃശ്യം ഇപ്പൊ കൺമുന്നിൽ കാണുവാണ്. അവള് കരഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലും. എല്ലാവരും വെള്ളത്തിൽ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുവാണ്. ഒരു ചെറിയ ബോധത്തില് ജിയങ് അതിലുണ്ടായിരുന്ന ആ കൊച്ചുകുട്ടിയെ തന്റെ കയ്യിലുള്ള ബോൾ കൊണ്ട് പൊക്കി മുകളിലേക്ക് വിടുന്നതായിട്ട് കാണാം. ഡ്രൈവർ ചേട്ടൻ സ്പോട്ടിൽ തന്നെ മരിച്ചു. പിന്നീട് പോലീസും ജനങ്ങളും എല്ലാവരും കൂടെ രക്ഷാപ്രവർത്തനം എല്ലാം ചെയ്ത് ഇവരെല്ലാവരും ഹോസ്പിറ്റലിലേക്ക് മാറ്റുവാണ്. സ്യോൻഹെ പുറകിന്ന് ഒന്നും സംഭവിക്കാതിരിക്കാനായി ഹഗ് ചെയ്ത് നിൽക്കുന്ന നിലയിലായിരുന്നു ഹേവോൺ ഉണ്ടായിരുന്നത്. ഇവരെല്ലാവരെയും ചെക്ക് ചെയ്യുന്ന തിരക്കില്ല ഒരാൾ യോങ്ജിയുടെ അടുത്ത് വന്ന് എന്റെ നെഞ്ച് വേദനിക്കുന്നു, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ പോയി വെയിറ്റ് ചെയ്യാനായിട്ട് യോങ്ജി പറയും. അപകടത്തിൽപ്പെട്ട എല്ലാവരുടെയും ബന്ധുക്കൾ കാര്യം അറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തുന്നുണ്ട്. ബിസിനസ് ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് ഹ്യുൻജുവിന്റെ അച്ഛനും എത്തിയിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ ഹ്യുൻമിന്റെ ഫോൺ പോലീസുകാർ അവന്റെ പാരന്റ്സിന് കൈമാറും. അതിപ്പോഴും വർക്കിംഗ് ആണ്. ഈ സമയമായിരിക്കും കാര്യമില്ല എന്നറിഞ്ഞിട്ടും യോങ്ജി ഫോണിലോട്ട് വിളിച്ചു നോക്കുന്നത്. ഈ കോള് കാണുന്നതാണെങ്കിൽ ഹ്യുൻമിന്റെ അമ്മയും. അവരിപ്പോ ആ ഒരു ദേഷ്യത്തില് നീ കാരണം എന്റെ മകൻ മരിച്ചു എന്ന് ഇവൾക്കൊരു മെസ്സേജ് അയക്കും. ഹോസ്പിറ്റലിന് മുന്നിലുണ്ടായിരുന്ന യോങ്ജി ഇത് കണ്ട് ആകെ തളർന്നു പോവാണ്. എന്നാൽ ഹ്യുൻമി മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതവര് ഇവളോട് കള്ളം പറഞ്ഞതാണ്. നമുക്ക് ഡോക്ടേഴ്സിനെ വിശ്വസിക്കാം. അവൻ കണ്ണു തുറക്കും. നീ എന്തിനാ അവൾക്ക് അങ്ങനെ മെസ്സേജ് അയച്ചേ? അവളിപ്പോ പേടിച്ച് കാണും. നീ തിരുത്തി പറയാൻ വേണ്ടിയിട്ട് ഹ്യുൻമിന്റെ അച്ഛൻ അമ്മയോട് പറയുമ്പോൾ ഞാൻ കോൾ ചെയ്താലും അവൾക്ക് കേൾക്കാനോ ഒന്നും പറയാനോ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിന് ഞാൻ എതിര് നിന്നതും. അറ്റ്ലീസ്റ്റ് മെസ്സേജ് എങ്കിലും അയച്ച് പറയാമെന്നും പറഞ്ഞ് ഹ്യുൻമിന്റെ അച്ഛൻ ഇപ്പോൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് നീ ഉള്ളിടത്തേക്ക് ഞാനും വരികയാണ് എന്ന് പറഞ്ഞ് ജിയോങ്ങിന്റെ ഒരു മെസ്സേജ് ആയിരുന്നു. ഇതേ സമയം ഹ്യുൻമിൻ മരിച്ചു എന്ന വിശ്വാസത്തിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് കയറല് തൂങ്ങിയിരുന്നവൾ ഹ്യുൻമിൻ മരിച്ചിട്ടില്ല, അവന് ജീവനുണ്ടെന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവന്റെ അച്ഛൻ മെസ്സേജ് അയക്കും. അത് ടേബിളിലിരിക്കുന്ന ഫോണിൽ നിന്ന് ഇവൾ കാണുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും വളരെ വൈകി കഴിഞ്ഞിരുന്നു. അവൾക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. ആ കയറിൽ കിടന്ന് പിടഞ്ഞ് അവൾ മരിക്കും. കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച് അവളുടെ നഖങ്ങളെല്ലാം താഴേക്ക് വീഴുന്നതായിട്ട് നമുക്ക് കാണാം. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട പലരും ജീവിതത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇരുട്ട് പിടിച്ച ഒരു ടണൽ കണ്ടതായിട്ട് പറയുന്നു. അതായത് ഇരുട്ടിൽ ആണ്ട് കിടക്കുന്ന ഈ ഒരു തെരുവ്. അതുപോലെ അൺകോൺഷ്യസ് ആയിട്ട് കിടന്ന സമയങ്ങളിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടിയതായിട്ടും അവർ പറയുന്നു. സ്യോൻഹി ഹേവോണിനെ കണ്ടതുപോലെ, ഹ്യുൻജുവും അമ്മയും ഒരുമിച്ചുള്ളതുപോലെ, ഹ്യോൺമിനും ജിയോങ്ങും കണ്ടുമുട്ടിയതുപോലെ. നിനക്കെന്നെ ഓർമ്മയില്ലേ എന്ന് ആദ്യത്തെ കണ്ടുമുട്ടലിൽ ജിയോങ് ഹ്യോൺമിനോട് ചോദിച്ചത് ഓർമ്മയുണ്ടോ? ഈ ഒരു സീനോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നു. ഇവിടെ കുടുങ്ങിക്കിടക്കുന്നവർക്കെല്ലാം ജീവിതത്തിലേക്ക് മടങ്ങി പോകാൻ കഴിയും. വരുന്ന എപ്പിസോഡുകളായിട്ട് കാണാം.